എന്നും മുടങ്ങാതെ ഗുഡ് മോർണിംഗ് മെസ്സേജസ് അയക്കുന്ന ചില ആളുകൾ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുണ്ട്. ഞാൻ എത്ര തിരക്കാണെങ്കിലും ഞാൻ അവർക്ക് റെസ്പോണ്ട് ചെയ്യും. ജസ്റ്റ് ഒരു സ്മൈലി ആയിരിക്കും. അതിപ്പോൾ നൈറ്റ് ആണെങ്കിൽ പോലും ഞാനത് കാണുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. കാരണം ഒന്ന് ഓർത്ത് നോക്കി, എത്ര പേര് അവരുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടാവും, എന്നിട്ട് പോലും അവരെന്നും നമ്മൾ ഓർക്കുന്നത് കാരണമല്ല ആ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വരുന്നത്. നിങ്ങൾക്ക് ഇവർക്ക് വരാറുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ദേഷ്യവും വരാം നമ്മുടെ സ്റ്റോറേജ് കളയാനായിട്ട്. കാരണം ചിലപ്പോൾ വീഡിയോടൊപ്പമൊക്കെയാവും ഈ ഗുഡ് മോർണിംഗ് അയക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. എന്നാൽ പോലും നിങ്ങൾ എന്നും ഒരാൾ ഓർക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമല്ലേ. മാത്രമല്ല അതിൽ വേറൊരു കാര്യമുണ്ട്. അവരെന്നും അയച്ചിരുന്ന അവർ ചിലപ്പോൾ ഒന്നും അയക്കാതാവാണ്. ഒരാഴ്ച അവരെ കാണാതാവുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് ഓർക്കും, അല്ല എന്നും അയച്ചിരുന്ന ആളാണല്ലോ, ഇപ്പോൾ മെസ്സേജ് ഒന്നും ഇല്ല, എന്തെങ്കിലും പറ്റി കാണുമോ എന്ന്. അപ്പോൾ ആ ഒരു ഗുഡ് മോർണിംഗ് വെറും ഒരു ഗുഡ് മോർണിംഗ് അല്ല, അവർ നമ്മൾ ഓർക്കുന്നതിൻ്റെയും അവരെ നമ്മൾ ഓർക്കാനുള്ളൊരു സിമ്പലാണ്. അങ്ങനെയൊക്കെ എനിക്കും അയച്ചിട്ടുണ്ട് പലരും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം, ചിലർക്കൊന്നും അതിൻ്റെ വില അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ ഞാനും ഇതുപോലെ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഞാൻ മനസ്സിൽ രാവിലെ ഓർക്കുന്നവർക്കൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളോടൊക്കെ പലർക്കും എന്നും പുച്ഛം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നിർത്തുകയും ചെയ്തു. വെറുത്തുപോയി എന്ന് വേണേൽ പറയാം.